ഈ ചൂട് കാലത്ത് എ സി ഇട്ട് ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് കൂടുന്നത് സ്വാഭാവികമാണ്. എ സി എങ്ങനെയായാലും നല്ല രീതിയിൽ കറണ്ട് എടുക്കും. എന്താ ഇത് കണ്ടോ, ഇപ്പം തന്നെ 1100 വാട്ട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതൊക്കെ മോഡിൽ എത്ര ഡിഗ്രി ടെമ്പറേച്ചറിലൊക്കെ ഇടുകയാണെങ്കിൽ രാത്രി തൊട്ട് രാവിലെ വരെ ഇടുമ്പം കറണ്ട് എത്ര യൂണിറ്റ് എടുക്കുമെന്നാണ് നമ്മളിവിടെ മോണിറ്റർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എ സി രാത്രി 11:03 ഓണാക്കിയേക്കണം. 1.2 ടൺ എ സി ആണ്. 700 വാട്ട്സ്. ഇപ്പോൾ നോർമലി ഓൺ ചെയ്തപ്പോൾ ഉള്ള 700 വാട്ട്സ് എടുക്കുന്നതാണ്. 12 ഇതാണ് യൂണിറ്റ്. ഇത് 12.58, 12.5 കൂട്ടിക്കും. ഓക്കെ, ഇനി മോഡൊന്ന് ചേഞ്ച് ചെയ്ത് ഇട്ടേക്കാം. ഓക്കെ, മോഡ് നമ്മൾ എക്കോ മോഡ് ഇട്ടിട്ട് L1, L2, L3 ഇതാണ് ഏറ്റവും കുറഞ്ഞ കംപ്രസർ സ്പീഡിൽ ഓടുന്നത്. എന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ നമ്മളിപ്പോൾ ആദ്യം ഇടുന്നത് 29 മതി. എന്നിട്ട് ഫാൻ 2 സ്പീഡിലും. ഓക്കെ, പയ്യെ 500 വാട്ട്സ് മാത്രം എടുക്കത്തുള്ളൂ. പയ്യെ കുറഞ്ഞു വരും. കൂടുതൽ നേരം ഓണാകത്തില്ല കംപ്രസർ. ചെറിയൊരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുള്ളൂ. ഇപ്പം 100 എത്രയിലോട്ട് പോയി. അത് അതിൽ നിന്നും കുറയും. ചിലപ്പോൾ ഔട്ടർ ഫാനും ഈ ഇൻഡോർ ഫാനും എടുക്കുന്നതുകൊണ്ടായിരിക്കും ഈ 100 വാട്ട്സ് എടുക്കുന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കൂൾഡാവത്തേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഫാനും കൂടെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഒരുവിധം കൂളിംഗ് ഇത് കിട്ടും. വലിയ തണുപ്പ് അങ്ങനെ വേണ്ടെന്നുള്ളവർക്ക് റൂം ഒന്ന് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതാണ് ഏറ്റവും. 29 കൂടുതൽ ഇട്ട് കഴിഞ്ഞ് 29 തന്നെ നമ്മളിടുന്നത് വലിയ തണുപ്പ് കാണത്തില്ല. അത് നല്ല ചൂടുള്ള ടൈമാണെങ്കിൽ പാടെ. രാവിലെയൊക്കെ ഇടുകയാണെങ്കിൽ ഒട്ടും ആവത്തില്ല. ഒരു 28 ആണ് ഇട്ടാൽ ഒരുവിധം കണ്ടിന്യൂസ് ഓടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇടയ്ക്ക് കട്ടാവും പെട്ടെന്ന്. കറണ്ട് ഏറ്റവും സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ കാണിക്കുന്നത്. 29-ഇട്ടിട്ട് ഫാനും 2 സ്പീഡിലാണ് ഇട്ടാൽ മതി. ഇപ്പോൾ രാവിലെ 8:03 നമ്മളിപ്പോഴും ആ ഒരു ടെമ്പറേച്ചർ തന്നെ ഇട്ടേക്കുവാണ്. 14 യൂണിറ്റിലോട്ട് മാറി. നേരത്തെ 2.5 3.5 4 ഏകദേശം 1.5 യൂണിറ്റാണ് എടുത്തത്. നമ്മൾ 29 ഇട്ടേക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഇത്. ഇല്ലെങ്കിൽ 2 യൂണിറ്റ് കൂടുതൽ എടുക്കാനാണ് ചാൻസ്. ഓക്കെ, ഇതിപ്പോൾ സമയം രാത്രി 9:55. ഏകദേശം 10 മണി കൂട്ടിക്കോ. നമ്മളിപ്പം യൂണിറ്റ് കിടക്കുന്നത് 15.5 യൂണിറ്റാണ്. നമുക്ക് ഇന്ന് വേറൊരു മോഡിലോട്ട് ഇട്ട് നോക്കാം. നമ്മൾ ടെമ്പറേച്ചർ 28 ഇടാം. ഇന്നലെ 29 എന്നിട്ട് എക്കോ മോഡ് L1, L2, L3 ഇതാണ് ഏറ്റവും. L3 ആണ് ഏറ്റവും പവർ കുറഞ്ഞ് എടുക്കുന്ന മെത്തേഡ്. ഓക്കെ, എന്നിട്ട് ഫാൻ സ്പീഡ് 2. എന്നിട്ട് ഇതിന് എത്ര കറണ്ട് എടുക്കുമെന്ന് നമുക്ക് നോക്കാം. രാവിലെ 7:45 നമ്മൾ 28 തന്നെ ഇട്ടേക്കുവാണേ. ഇപ്പോൾ ഇതാ 18 യൂണിറ്റിലേക്ക് മാറി. നേരത്തെ 15.5 ഏകദേശം 2.5 യൂണിറ്റോളം ആയി 28 ഇടുമ്പം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദിവസം അടുത്ത രീതി വേറൊരു മോഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. എ സി ഓണാക്കി. അപ്പം ടൈം ഏകദേശം നോക്കിക്കോ, ഒരു 9:30 കൂട്ടിക്കോ. ഓക്കെ, 18 യൂണിറ്റാണ്. 18 കൂട്ടിയാൽ മതി. കംപ്രസർ എടുത്തിട്ടില്ല, പയ്യെ എടുത്ത് വരത്തേ ഉള്ളൂ. നമ്മൾ വേറെ മോഡോ ഒന്നും ഇടുന്നില്ല. ജസ്റ്റ് 24 മാത്രം. 24 വേണ്ട, നമുക്ക് 28 തന്നെ ഇടാം. 28 ഫാൻ സ്പീഡ് 2 ഇട്ടിട്ട് നോക്കാം എത്ര കറണ്ട് എടുക്കുന്നു. വേറെ മോഡ് ഒന്നും മാറ്റില്ല, ജസ്റ്റ് ഓണായി വരുമ്പോൾ ഉള്ള മോഡാണ്. ഓക്കെ, അങ്ങനെ കംപ്രസർ എടുത്തേക്കുവാണ്. നോർമൽ മോഡ് വേറെ ഒന്നും നമ്മൾ മോഡ് കുറച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നേരെ 1000 വാട്ട്സിൻ്റെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മോഡ് ഇട്ട് കംപ്രസറിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കുമ്പോഴാണ് 500 വാട്ട്സ് ആ ഒരു രീതി എടുക്കുന്നത്. അപ്പോൾ നോർമൽ മോഡ് വെച്ച് 1000 വാട്ട്സിലോ 1100 1200 പോവുകയാണ്. നോർമൽ രീതിയിലോട്ട് പോവുകയാണ്. ഓക്കെ, രാവിലെ 7:45 നമ്മൾ 28 തന്നെ ഇട്ടേക്കുവാണ്. വേറെ മോഡൊന്നും മാറ്റിയിട്ടില്ല. എത്ര യൂണിറ്റായി നോക്കാം.
21.39. ഓക്കെ, ഏകദേശം 3.3 യൂണിറ്റ് എടുത്തിട്ടുണ്ട്. 18ലാണ് നമ്മൾ ഇട്ടിരുന്നത്.